ബ്രഹ്മന്റെ മ്യൂസീഷ്യൻ. പണ്ടൊരു കാലത്ത് ഒരാൾ കഴുതയെ വളർത്തിയിരുന്നു. പക്ഷെ ആ കഴുതയ്ക്ക് ഒരുപാട് വയസ്സായതുകൊണ്ട് അതൊരു ജോലിയും ചെയ്യാത്തത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. നീ ഒരു പണിക്കും കൊള്ളൂല, നീ മര്യാദയ്ക്ക് ഭാരവും ചുമക്കൂല, ഒരു ജോലിയും ചെയ്യുന്നില്ല. ഏമാനെ, എന്നെ കൊണ്ട് 4 ചാക്ക് മാത്രമേ ചുമക്കാൻ പറ്റൂന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പക്ഷെ നിങ്ങൾ എന്റെ മേളിൽ 8 ചാക്കല്ലേ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് പറ്റിയതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കാര്യം, നീ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, നീ എന്നോട് എതിർക്കുന്നു. നാളെ മാർക്കറ്റിൽ നിന്നെ വിറ്റിട്ട് വേറൊരു കഴുതയെ ഞാൻ വാങ്ങിക്കാൻ പോകുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ആ കഴുത തന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ കൊച്ചു പ്രായത്തിലായിരുന്നപ്പോ എന്നെ കൊണ്ടാകുന്ന എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ എന്നെ വേണ്ടെന്ന് പറയുകയാ. എന്നെ അയാൾ ഇപ്പോ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണ് പോലും. അവിടെ പോയി കഴിഞ്ഞാ പിന്നെ എന്റെ കാര്യം പോക്ക. ആ സമയത്ത് കഴുതയ്ക്ക് ഒരു കത്ത് കിട്ടി. തന്റെ പേര് കണ്ടതും കഴുത ഒരുപാട് സന്തോഷിച്ചു. തന്റെ സന്തോഷം അടക്കാനാവാതെ കഴുത ആ കത്ത് വായിച്ചു. ഇത് കൊള്ളാലോ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ടാലന്റ് ഒക്കെ മറ്റുള്ളവർക്ക് കാണിക്കാൻ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചതാ. ഈ നാട്ടിലെ ഏറ്റവും നല്ല ഗായകൻ ഞാനാണല്ലോ. എന്റെ മുത്തച്ഛൻ പറഞ്ഞ കാര്യം ശരിയാ. ഞാൻ വലിയ സ്റ്റാർ ആക്കാനാ ജനിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ ബ്രാഹ്മണിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് തനിച്ചു പോയി ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്കിപ്പോ ആവശ്യം ഒരു ബാൻഡാണ്. വളരെ ടാലന്റ് ആയ ഒരാളെ ഞാനിപ്പോ കണ്ടെത്തണം. ആ കഴുത സമയം കളയാതെ ഭക്ഷണം എടുത്തുകൊണ്ട് ബ്രഹ്മന്റെ അടുത്തേക്ക് ചെന്നു. അതൊരു വീടിനടുത്തൂടെ പോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. നിന്നെ ഒന്നിനും കൊള്ളൂല, നീ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി, നിന്നെ ഞാൻ വെറുതെ വിടൂല. എന്റെ സുഹൃത്തുക്കൾ എന്നെ കണ്ട് വളരെ മോശമായിട്ട് പറഞ്ഞു. അതിന് കാരണക്കാരൻ നീയാ. സാർ, എന്നെ കൊണ്ട് പറ്റിയതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, നീ ഒന്നും ചെയ്യുന്നില്ല. നിനക്ക് പ്രായമായ കാര്യം നീ മറന്നിരിക്കുന്നു. നിന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, സമ്മതിച്ചോ? നിന്നെ കണ്ടാൽ എനിക്ക് കൊല്ലാനാണ് തോന്നുന്നത്. ഇന്ന് നീ ഒരു ക്യാച്ച് കൂടെ ചെയ്തില്ല. ഇത്ര വർഷത്തിനുള്ളിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടില്ല. ആ നായയുടെ യജമാനൻ അതിനെ അടിക്കാൻ തുടങ്ങി. തന്റെ ജീവൻ രക്ഷിക്കാനായി അത് പുറത്തേക്ക് ഓടി. അതിനെ പുറത്തിറക്കി യജമാനൻ വാതിലടച്ചു. എന്നെ പോലെ നീയും അങ്ങ് അനാഥയായി പോയല്ലേ? അതെ, ചിലപ്പോൾ ഇങ്ങനെയാ പറ്റുന്നത്. നാളെ നല്ല ദിവസമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ. എപ്പോഴും നല്ലത് തന്നെ വിചാരിക്കണം. ഒരു കാര്യം അറിയോ? ഞാൻ ബ്രഹ്മന്റെ അടുത്തേക്ക് പോവുക. നീയും എന്റെ കൂടെ വരുന്നുണ്ടോ? നമ്മൾ രണ്ടാളും ചേർന്ന് എല്ലാ കാര്യവും അങ്ങ് മാറ്റിമറിക്കാം. വാവ്, ഇതുപോലൊരു ചാൻസിനാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഞാൻ നല്ലോണം ഡ്രംസ് വായിക്കും, അറിയോ? വളരെ നല്ല കാര്യമായി. എന്നാ പിന്നെ നീയും എന്റെ ബാൻഡിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തേക്കാം. നായയും കഴുതയും ഒന്നിച്ചുകൂടി. അവർ ബ്രഹ്മന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു പൂച്ച കരയുന്നത് കണ്ടു. ഞാൻ എന്താ ചെയ്യുന്നേ? ഞാൻ വേറെ എവിടെയാ പോന്നേ? നായയ്ക്കും കഴുതയ്ക്കും സങ്കടം അടക്കാനായില്ല. അവർ പൂച്ചയുടെ അടുത്തേക്ക് ചെന്നു. അല്ല പൂച്ചക്കുട്ടി, എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? ഞങ്ങൾ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യട്ടെ? ഒരു കാലത്ത് ഞാൻ വളരെ സന്തോഷമായിട്ടിരുന്നതാ. എന്നോട് എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു. എന്നാൽ ഇപ്പൊ എന്താ പറ്റിയത്? മുമ്പ് എന്റെ സാറിന്റെ കണ്ണിനൊക്കെ ഞാൻ വളരെ നല്ലവളായിരുന്നു. എന്നാൽ ഇപ്പൊ എന്ത് പറ്റി? ഞാൻ വല്ല കുളത്തിൽ ചാടി ചത്തുവാ പറയുന്ന സാറ്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? അതെ, അയാൾ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഒരുപാട് എലി ഉണ്ടായിരുന്നു. അതിനെ എല്ലാം ഞാൻ പിടിച്ചതാ. ഒരു എലിയെ പോലെ ഞാൻ വിട്ടിട്ടില്ല. എന്നാൽ അത് ഒരുപാട് വർഷം മുമ്പാ. എന്നാൽ ഇപ്പൊ ആ എലിക്കെല്ലാം ഭയങ്കര ബുദ്ധിയാ. ഞാൻ ലെഫ്റ്റിലോട്ട് പോയാ അതൊക്കെ റൈറ്റിലോട്ട് പോകും. ഞാൻ മേലോട്ട് ചാടിയാ അത് താഴോട്ട് ചാടും. എന്നെ തള്ളി വിട്ടിട്ട് പോകും. എനിക്കിപ്പോ ഒരു എലിയെ കൂടെ പിടിക്കാൻ വയ്യ. എന്നെ കൊണ്ട് ഇപ്പൊ ഒരു ചെറിയ എലിയെ കൂടെ പിടിക്കാൻ പറ്റില്ല. അതിന് കാരണം നിനക്കങ്ങ് വയസ്സായി പോയി, അതല്ലേ കാര്യം? സത്യമായിട്ടും അല്ല. എന്റെ കാല് കുറച്ച് വയ്യാതിരിക്കാ. എന്നാ ഞാൻ നല്ല ബലമുള്ളയാളാ. എന്നാ ഞാൻ വളരെ ഹെൽത്തിയാണ്. അതെ അതെ, നീ അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. അല്ല, ഇനിയിപ്പോ നീ എന്ത് ചെയ്യാനോ തീരുമാനിച്ചിരിക്കുന്നത്? അതോ എനിക്കും അറിയത്തില്ല. ഏയ്, നീ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇത് കാരണം നിന്റെ ജീവിതം തന്നെ അങ്ങ് മാറാൻ പോവുകയാ കേട്ടോ. ആ പൂച്ച ഒന്ന് ആലോചിച്ചതിന് ശേഷം, എന്നാലേ ഇത് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നല്ലോ. വിഷമിക്കണ്ട, നിന്നെ ഞാൻ നല്ലോണം നോക്കിക്കോളാം. ഇനി നീയും ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുക.
3 പേരും വിശ്വാസത്തോടെ ബ്രഹ്മന്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എവിടുന്നോ ഒരു ശബ്ദം കേട്ടു. നീ ആ ശബ്ദം കേട്ടോ? അതെല്ലോ, ആരാണ്ടോ പാട്ട് പാടുന്നുണ്ടല്ലോ. അവരാ ആ കോഴിയാ പാട്ട് പാടുന്നേ. അതിനെ നമ്മുടെ കൂടെ ചേർത്താലെന്നാ? 3 പേരും ആ കോഴിയോട് സംസാരിച്ചു. തങ്ങളോടൊപ്പം കൂടുന്നോ എന്നും ചോദിച്ചു. ബ്രഹ്മന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഓസിൽ എന്തെങ്കിലും കിട്ടിയാലേ ഞാനത് കളയത്തില്ല. എന്റെ ജീവിതമേ പാട്ടിന്റെ അടിമയാണ്. ഈ കോഴിയെ നന്നായിട്ട് പാടും. ഈ പാട്ട് ഞാൻ ഓണറിന്റെ അടുത്തുനിന്ന് കേട്ടിരിക്കേണ്ടതാണ്. എന്നാൽ അയാൾക്ക് എന്റെ കഴിവൊന്നും ഒട്ടും അറിയില്ല. ജീവിതകാലം മുഴുവൻ എനിക്ക് പാട്ടുപാടി ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ എന്റെ കഴിവിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. ഇത് കണ്ടോ, ഇത് നിന്റെ ജീവിതം തന്നെ അങ്ങ് മാറ്റി മറിക്കും കേട്ടോ. സത്യമാണോ പറയുന്നത്? ഇതെല്ലാം മാറ്റി തരാവോ? അതെ, നീ ഇത്ര നന്നായിട്ട് പാടുമ്പോൾ നിനക്ക് നല്ലൊരു ചാൻസ് കിട്ടും. എന്തു പറയുന്നു ഫ്രണ്ട്സ്? തീർച്ചയായിട്ടും. ശരി, ഞാൻ റെഡി ആയിട്ടുണ്ട്. വാ, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. എല്ലാവരും ഒരു തീരുമാനമെടുത്ത് 4 പേരും വളരെ സന്തോഷത്തോടെ പോയി. ഞങ്ങളെ ബ്രഹ്മനിലേക്ക് പോവാ. ഞങ്ങളെല്ലാവരും അവരുടെ ശിഷ്യനാകാൻ പോവാ. 4 പേരും കുറച്ചു ദൂരം പോയപ്പോൾ ഇരുട്ടാൻ തുടങ്ങി. വെളിച്ചമില്ലാത്തത് കണ്ട് അവർ വല്ലാതെ ഭയന്നു. അതുമാത്രമല്ല, വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേട്ട് ഭയപ്പെടുകയും ചെയ്തു. അവിടെ നല്ലൊരു വെളിച്ചം കണ്ടപ്പോൾ അവർ അവിടേക്ക് പോകാൻ തുടങ്ങി. അവിടെ ആരാണ്ടോ താമസിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ നമുക്ക് ഇന്ന് രാത്രി അവിടെ തന്നെ അങ്ങ് തങ്ങാം. നാളെ രാവിലെ നമ്മളുടെ പ്രയാണം അങ്ങ് തുടരാം. ഈ ഇരുട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങ് പേടിയാ തോന്നുന്നത്. നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയാലോ? അവരവിടേക്ക് ചെന്ന ഉടനെ ചുറ്റും എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ തുടങ്ങി. കഴുതയ്ക്ക് പൊക്കമുണ്ടായിരുന്നത് കൊണ്ട് ജനലിനടുത്ത് പോയി ഒച്ച വെക്കാൻ തുടങ്ങി. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുവോ? അകത്ത് ആരെങ്കിലും ഉണ്ടോ സ്നേഹിത? പോയി താമസിക്കാൻ പറ്റുമോ? എന്താ ഇത്രയും നേരമാകുന്നേ? കഴുത ചുറ്റിനും നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. കൊള്ളാലോ, ഈ സ്ഥലം വളരെ ഭംഗിയായിട്ടുണ്ട്. ടേബിളുണ്ട്, അതിന്റെ മേളിൽ കഴിക്കാൻ ആഹാരവും വെച്ചിട്ടുണ്ട്. പൈസയുണ്ട്, ഒരുപാട് ആഭരണങ്ങളും ഉണ്ടല്ലോ. വിലയേറുന്ന വൈരക്കല്ലുകളും ഉണ്ടെന്നാ തോന്നുന്നേ. എല്ലാം വളരെ കോസ്റ്റ്ലിയാ. ഇത്രയും നേരം നീ അതാണോ നോക്കിക്കൊണ്ടിരുന്നത്? എനിക്കിപ്പോ ഒരുപാട് വിശക്കുന്നു കേട്ടോ. നമ്മള് ബ്രാഹ്മൺസിന്റെ മ്യൂസിഷ്യൻസ് ആകാൻ പോവാ. അതുകൊണ്ട് നമ്മളെ അതിനകത്തിരിക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നു. നമ്മള് വലിയ മ്യൂസിഷ്യൻ ആണെന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നേ? പാട്ടുപാടി നോക്കാം. അതും നല്ല ഐഡിയ തന്നെയാ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പാട്ടങ്ങ് പാടാം. അത് കേൾക്കുമ്പോ അവർക്ക് നമ്മളുടെ നിലയും വിലയും ഒക്കെ മനസ്സിലാകും. കഴുത തന്റെ സ്ഥലത്തേക്ക് വന്ന് ജനലിനടുത്ത് വന്ന് നിന്നു. കഴുതയ്ക്ക് മുകളിൽ നായ കേറി. നായയുടെ മുകളിൽ പൂച്ചയും കേറി. അതിനു മുകളിൽ കോഴിയും കേറി. എല്ലാവരും റെഡിയായ ഉടനെ ഒന്നിച്ച് പാട്ടുപാടാൻ തുടങ്ങി. കഴുത കരഞ്ഞു, നായ കുരച്ചു, പൂച്ച മ്യാവ് പറഞ്ഞു, പൂവൻ കോഴി കൂവാനും തുടങ്ങി. ഞങ്ങളാണ് ഗായകന്മാരാ. അവരുടെ പാട്ട് കേട്ട് ജനലിന്റെ കണ്ണാടി പൊട്ടിത്തെറിച്ചു. അത് തീർച്ചയായും പ്രേതങ്ങളായിരിക്കും. ഈ സ്ഥലത്ത് പ്രേതങ്ങളുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ശീഘ്രം വേടാ, വാഗ പോവാപ്പെടുന്നേ. 3 കള്ളന്മാരും പ്രേതമാണെന്ന് കരുതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി നായ, പൂച്ച, കഴുത, കോഴി എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിച്ചു. ആവശ്യമുള്ള ഭക്ഷണം അവരെല്ലാവരും ഒരുമിച്ച് കഴിച്ചു. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവിടെ ഒരുപാട് പണവും സ്വർണവും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ശരി ശരി, ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കിടന്ന് സുഖമായിട്ട് അങ്ങ് ഉറങ്ങാം. നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ബ്രഹ്മനിലേക്ക് അങ്ങ് പോകാം. അവിടെ ചെന്ന് നമ്മളുടെ ടാലന്റ് അങ്ങ് പ്രൂവ് ചെയ്ത് കാണിക്കാം. ശരിക്കും ഈ വീട് വിട്ട് പോകാമെന്നാണോ നീ പറയുന്നത്? ഇവിടെ ഒരുപാട് പണവും ആഹാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ജീവിതകാലം മുഴുവൻ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്താ പോരായോ? എന്താന്ന് വെച്ചാ നീ ആലോചിച്ച് പറയ്. എനിക്കും അങ്ങനാ തോന്നുന്നേ. ഞാനും അങ്ങനാ വിചാരിക്കുന്നേ. എന്നാ പിന്നെ നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. എന്നാ പിന്നെ ആദ്യം നമുക്കൊരു സുഖ ഉറക്കം പാസാക്കാം. ഇന്ന് നമ്മൾ ഒരുപാട് അലിഞ്ഞു തിരിഞ്ഞതല്ലേ. കഴുത വൈക്കോലിന് നടുവിൽ കിടന്നുറങ്ങി. നായ വാതിലിനടുത്തും പൂച്ച
തീക്കടുത്തും ഉറങ്ങി. പൂവൻ കോഴി വീടിന്റെ മേൽക്കൂരയിലും കിടന്നുറങ്ങി. പക്ഷേ കള്ളന്മാർ അവിടെ നിന്ന് പോയില്ല. വെളിച്ചമില്ലാത്തത് കണ്ടപ്പോൾ അവർ അവിടെ ശ്രദ്ധിച്ചു നോക്കി. പ്രേതങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവുമെന്ന് കരുതി. ഇത് നോക്ക്, നീ പോയി അകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ഞാൻ വളരെ വീക്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നേക്കാൾ സ്ട്രോങ് ആയ ആള് പോയാൽ നന്നായിരിക്കും. നീ വല്ലാത്ത മടിയനായിരിക്കുന്നല്ലോ. ഞാൻ അകത്ത് പോയി നോക്കും, പക്ഷേ എന്റെ കാല് അത്ര ശരിയല്ല. അത് കാരണം കൊണ്ട് എനിക്ക് ഇപ്പൊ നീ പോകുന്നോ ഇല്ല നമ്മുടെ ഗ്യാങ് വിട്ട് നീ പോകുന്നോ? ഓക്കെ ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കാം. കള്ളന്മാരിൽ ഒരാൾ പേടിയോടെ അവിടേക്ക് കടന്നു. വാതിലിനടുത്തേക്ക് ചെന്ന് കയ്യിൽ കത്തിയെടുത്തോണ്ട് വാതിൽ പയ്യെ തുറന്നു. ഇരുട്ടത്ത് പൂച്ചയുടെ കണ്ണുകൾ കണ്ട് തീയാണെന്ന് തെറ്റിദ്ധരിച്ചു. അവിടെ തീയുണ്ട്, അത് വെച്ച് നമുക്ക് ഈ ക്യാൻഡിൽ കത്തിക്കാം. പൂച്ച പേടിച്ച് കള്ളന്റെ ശരീരത്തിൽ മാന്താൻ തുടങ്ങി. അകത്തേക്ക് വന്ന കള്ളന് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാവാതെ പേടിച്ച് പുറത്തേക്ക് ഓടുവാനും തുടങ്ങി. വാതിലിനടുത്തുണ്ടായിരുന്ന നായ കള്ളനെ കടിക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, പിശാച് അകത്ത് തന്നെയാണ് ഉള്ളത്. ചതിച്ചല്ലേ ഈശ്വര. പേടിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കഴുത തന്റെ കാലുകൊണ്ട് തൊഴിച്ചു. പ്രേതങ്ങൾ അവിടെ തന്നെയുണ്ടെന്ന് കള്ളൻ വിശ്വസിച്ചു. പൂവൻ കോഴി അവന്റെ മുതുകത്ത് കയറി അവനെ ശല്യം ചെയ്യാൻ തുടങ്ങി. വേണ്ട, പ്രേതം അകത്ത് തന്നെയാണ് ഉള്ളത്. വെറുതെ അങ്ങോട്ട് പോകണ്ട. നമ്മൾ അവരെ ആട്ടി പഞ്ചറാക്കും. അങ്ങോട്ട് പോകണ്ടെന്ന് എന്റെ കാല് പിടിച്ച് വലിച്ചു. അതോടെ പോരാതൊരു കുത്തും കുത്തി. എനിക്ക് വയ്യ, എനിക്ക് പേടിയാവുന്നു. വന്നോളൂ, ഇനി ഇവിടെ നിക്കണ്ട. ഇവിടെ നിന്നാൽ ആപത്താണ്. നമുക്ക് അങ്ങോട്ട് പോകാം. വാ നടക്കേ, വേഗം നടക്കേ, ഓടിക്കോ. കള്ളന്മാർ 3 പേരും ഒരിക്കലും അവിടേക്ക് വരരുതെന്ന് തീരുമാനിച്ച് ഓടിക്കളഞ്ഞു. തങ്ങൾക്ക് ആവശ്യമുള്ള പണവും സൗകര്യവും ഭക്ഷണവും ഉണ്ടെന്ന് കരുതി 4 പേരും അവിടെ തന്നെ താമസിക്കുവാൻ തീരുമാനിച്ചു. ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വാങ്ങിച്ചു. ദിവസവും പരിശീലിക്കുവാനും തുടങ്ങി. തങ്ങൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ കഴുത ഒരു വലിയ മ്യൂസീഷ്യൻ ആവാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു. കൂട്ടുകാരെ, ശരിക്കും നമ്മുടെ ടാലന്റ് ഒന്ന് കാണിക്കാൻ നമ്മൾ ഉടനെ തന്നെ ബ്രഹ്മനിലേക്ക് ഇറങ്ങേണ്ടതാണ്. എല്ലാരും എന്ത് പറയുന്നു? അതെ, പോകാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനോടൊപ്പം അവിടെ നിന്ന് ബ്രഹ്മന്റെ അടുത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവരുടെ ആത്മവിശ്വാസം കാരണം 4 പേരും നല്ല മ്യൂസീഷ്യൻസ് ആണെന്ന് തെളിയിച്ചു. ബ്രഹ്മനിലേക്ക് പോയി തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചു. അവരുടെ ആത്മവിശ്വാസം അവരെ രക്ഷിച്ചു. ജനങ്ങളെല്ലാവരും അവരുടെ മ്യൂസിക് ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. ജനങ്ങളെല്ലാവരും അവരുടെ മ്യൂസിക്കിനനുസരിച്ച് പാട്ട് പാടി ഡാൻസ് കളിക്കുവാനും തുടങ്ങി. അവരൊരുപാട് പണം സമ്പാദിച്ച് വലിയ ആൾക്കാരായി. അവരുടെ സ്വപ്നവും നിറവേറി. അവർ പെർഫോമൻസിനു വേണ്ടി ലോകം മുഴുവനും ചുറ്റി വന്നു. അതിനുശേഷം അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു.